ഹായ് ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ. അപ്പം കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ കുറേ നാളുകൊണ്ടേ ഇങ്ങനൊരു അപ്ഡേറ്റ് തരണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം 2024 ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു, ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. അപ്പം എൻ്റെ ലൈഫിൻ്റെ ജസ്റ്റ് ഒരു അപ്ഡേറ്റ് തരാൻ കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറേ കാലം എന്ന് വെച്ചാൽ കോമ്പറ്റീഷന് ശേഷം ശരിക്കും പറഞ്ഞൊരു ലോങ് വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതൊരു ചെറിയ അപ്ഡേറ്റിംഗ് വീഡിയോ ആയിരിക്കും. ഇതിന് ശേഷം ഞാൻ യൂട്യൂബിൽ സ്ഥിരമായിട്ട് വീഡിയോസ് ഇടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഷോർട്സിനകത്ത് ഇപ്പോൾ കുറച്ചും കൂടി ലെങ്ത്ത് കൂട്ടിയിട്ടുണ്ട്. സോ ഷോർട്സിനകത്ത് കുറച്ചും കൂടി വീഡിയോസൊക്കെ ചെയ്തിടണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പറ്റീഷന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഒരു ഡൗൺഫോൾ ആയിരുന്നു. അതിനുശേഷം ചെയ്യാൻ നമുക്ക് ഗോൾസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിനുശേഷം ഞാൻ കുറച്ച് മടി പിടിച്ച് പോയി. ശരിക്കും പറഞ്ഞാൽ എൻ്റെ തന്നെ തെറ്റാണ്. അപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു പീക്ക് ലെവൽ ഓഫ് ഫിസിക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ 2 മാസത്തിനുള്ളിൽ ഞാൻ വീണ്ടും ബൾക്ക് ചെയ്ത് ഒരു 80 kgs ആയി നിൽക്കുവാണ് ഇപ്പോൾ ആ ഫിസിക് ലെവൽ ആദ്യമാണ് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ബൾക്ക്ഡ് അപ്പിനാണ്. മസിൽസ് കുറച്ചും കൂടി റീഗെയിൻ ചെയ്തിട്ടുണ്ട്, പിന്നെ ഫാറ്റ് കുറച്ചും കൂടി റീഗെയിൻ ചെയ്തിട്ടുണ്ട്. ഓബിയസ്ലി അത് നമുക്ക് വരും, നമ്മൾ ബൾക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഫാറ്റും കൂടി കയറും. 2024 നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ഒരു 6 months അപ്ഡേറ്റ് നോക്കാനാണെങ്കിൽ ഞാൻ എൻ്റെ ജോബ് മാറി, ഞാൻ ട്രെയിനിങ് കംപ്ലീറ്റ്ലി നിർത്തി. ഞാൻ ഇപ്പോൾ വർക്കിംഗ് അല്ല. ഇപ്പോൾ ഞാനൊരു കോർപ്പറേറ്റ് ലൈഫിലാണ് നിൽക്കുന്നത്, ഒരു 9 to 5 ജോബ്. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഞാൻ പുതിയൊരു ജിമ്മിലാണ് വർക്കൗട്ടും ചെയ്യുന്നത്. സോ എവറിത്തിങ് ഈസ് ന്യൂ. അതുകൊണ്ട് പുതിയ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ വീഡിയോസ് ചെയ്യാൻ ഒരുപാട് സമയം കിട്ടുന്നുണ്ട്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേര് പിന്നെയും ഈ വീഡിയോസ് ചെയ്യുമെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. അങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിലല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എന്നെക്കുറിച്ചൊന്ന് പറഞ്ഞുതരാം. എൻ്റെ പേര് അമൽ ചന്ദ്ര, ഞാനൊരു കൊല്ലംകാരനാണ്. ബട്ട് കറൻ്റ്ലി ഞാനിപ്പോൾ ബാംഗ്ലൂരാണ്. സോ ഇവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാനൊരു ഫാർമസി ഗ്രാജുവേറ്റ് ആണ്. ഇപ്പോൾ കോർപ്പറേറ്റ് ഫീൽഡിലോട്ടാണ് വർക്ക് ചെയ്യുന്നത്. ലൈക്ക് ഐ വർക്കിംഗ് ഇൻ എ ഫാർമസി ഫീൽഡ്. സോ ഇപ്പോൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു 9 to 5 ജോബ് അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിന് കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ വർക്ക് എല്ലാം ക്ലോസ് ചെയ്തിട്ട് ഞാൻ ജിമ്മിൽ വന്നിരിക്കുകയാണ് വർക്കൗട്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഫ്രീലാൻസ് ആയിട്ട് ഓഫ്ലൈൻ ക്ലയൻസിനെ എടുക്കുന്നുണ്ട്, പിന്നെ ഓൺലൈൻ ക്ലയൻസിനെ ചെയ്യുന്നുണ്ട്. അത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓൺലൈൻ ആർക്കെങ്കിലും 2025 സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നിങ്ങൾക്ക് എൻ്റെ അപ്രോച്ച് ചെയ്യാം. മോർണിംഗ് സെഷൻ ഫ്രീ ആണ്, ഈവനിങ് സെഷൻ ഫ്രീ ആണ്. സോ എന്തായാലും 2025 ആർക്കെങ്കിലും ഫിറ്റ്നസ് ഗോൾസ്, അതായത് നിങ്ങൾക്ക് ബോഡിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം, നിങ്ങളുടെ ഫിറ്റ്നസ് ഗോൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ. ഐ ആം ഓൾവേസ് അവൈലബിൾ ഓൺ ഇൻസ്റ്റാഗ്രാം. സോ അതെന്തായാലും അങ്ങനെ പോട്ടെ. 2024 എന്തൊക്കെ സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം. 2024 ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടൊരു കോമ്പറ്റീഷൻ കംപ്ലീറ്റ് ചെയ്തു. സോ ഇറ്റ് വാസ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ്. 2024 ഓഗസ്റ്റിലായിരുന്നു എൻ്റെ കോമ്പറ്റീഷൻ. നാച്ചുറൽ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ. ഞാനൊരു ലൈഫ് ടൈം നാച്ചുറൽ കാറ്റഗറിയിലാണ് ഞാൻ കോമ്പീറ്റ് ചെയ്തത്. സോ ഐ എം പ്രൗഡ് ഫോർ ദാറ്റ്. ബിക്കോസ് ആ ഒരു 6-7 മാസം ഞാൻ അനുഭവിച്ചത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇറ്റ് വാസ് ടഫ്. ലൈക്ക് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. ഞാൻ പിന്നെ അതിനുശേഷം ഇപ്പോൾ ഒരു 3 months 4 months ആയിട്ടുണ്ട്. 4 മാസം കൊണ്ട് ഞാൻ വീണ്ടും പോയ വെയിറ്റ് തിരിച്ച് എടുത്തിട്ടുണ്ട്. 72 ആയിരുന്നു ഓൺ ദി സ്റ്റേജ് എൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം 79 ആയിട്ടുണ്ട്. സോ ഈ ഒരു ടൈം സ്പാനിൽ ഞാൻ വീണ്ടും വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് കോമൺ. ബിക്കോസ് നമ്മൾ പെട്ടെന്ന് കാലറി ഡെഫിസിറ്റിൽ നിന്ന് നമ്മൾ നോർമൽ ഡയറ്റിലേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ ബോഡി വെയിറ്റ് പിന്നെ റീഗെയിൻ ചെയ്യാൻ തുടങ്ങും. നമുക്ക് ബൾക്കി ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ടാവും. അതേ സമയത്ത് നമ്മൾ ഫാറ്റ് കട്ട് ചെയ്ത് ലൂസ് ചെയ്ത് ലീൻ ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് മസിൽ ലോസും ഉണ്ടാവും. അതേസമയം നമ്മൾ സ്ട്രെങ്ത്തും ഒരുപാട് ലൂസ് ആവും. സോ അത് റിക്കവറി പീരീഡ് ആയിരുന്നു ഈ ഒരു 2-3 months എന്ന് പറയുന്നത്. ആ റിക്കവറി പീരീഡ് ഇപ്പോൾ കഴിഞ്ഞത്. ഞാൻ വിൻ്റർ ആർക്ക് ചെയ്തു. വിൻ്റർ ആർക്ക് ഞാൻ കുറച്ച് സൈലൻ്റ് ആയിട്ടാണ് ചെയ്തത്. കാരണം ഞാൻ വിൻ്റർ ആർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഈ വിൻ്റർ ആർക്ക് എനിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, കണ്ടന്റ് ആക്കാനല്ല. സോ വിൻ്റർ ആർക്ക് ഞാൻ ആദ്യമേ കണ്ടന്റ് ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് വിൻ്റർ ആർക്ക് ശരിയാവത്തില്ല, ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് വരത്തില്ല. അതുകൊണ്ട് ഓരോരുത്തർ ഫോളോ ചെയ്യുന്ന മെത്തേഡ്സ് വേറെയാണ്. അതുകൊണ്ടാണ് ഞാൻ വിൻ്റർ ആപ്പിൻ്റെ വീഡിയോസ് ഒന്നും ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിൽ എങ്ങും ഇടാഞ്ഞത്. നമുക്കിന്ന് ലെഗ് ഡേ ആണ്, നമുക്ക് ലെഗ് ഡേ ചെയ്യാം. ഒരാളും കൂടി വരാനുണ്ട്, എൻ്റെ കൂടെ ഒരു ബിഗിനർ കൂടിയിട്ടുണ്ട്. അപ്പോൾ അവനെ പഠിപ്പിക്കുന്ന രീതിയിലാണ് ഞാൻ വീഡിയോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് നിങ്ങൾക്ക് നേരത്തെ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം എൻ്റെ കാലിനൊരു പ്രശ്നമുണ്ട്. സോ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നത് നിങ്ങൾ കാണുമെന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ലെഗിൻ്റെ പൊസിഷൻ അവിടെ ഇവിടെയൊക്കെ മാറ്റും. ബിക്കോസ് എൻ്റെ ലെഗിന് നീ ഇഞ്ചുറി ഉണ്ട്. സോ അതുകൊണ്ട് എനിക്ക് അതിനനുസരിച്ച് മാറ്റിയേ പറ്റൂ. അതല്ലാതെ പ്രോപ്പറായിട്ടുള്ള ഫോമും കാര്യങ്ങളൊക്കെ ഞാൻ വരുന്ന എൻ്റെ ബിഗിനർ ഫ്രണ്ടിനെ വെച്ചിട്ട് ഞാൻ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പം നമുക്കിന്ന് ലെഗ് ഡേ ആണ്. നമുക്ക് ലെഗ് ഡേക്ക് ചെയ്യേണ്ട സ്ട്രെച്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കാരണം സ്ട്രെച്ചിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ കാലിന് പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ റിക്കവറി കറക്റ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ബിഫോർ ദി വർക്കൗട്ട് ആൻഡ് ആഫ്റ്റർ ദി വർക്കൗട്ട് 2 നേരവും സ്ട്രെച്ച് ചെയ്യണം. സ്ട്രെച്ച് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മസിൽസ് അടുത്ത ദിവസം ടൈറ്റ് ആയിരിക്കും. പല ആൾക്കാർക്കും ലെഗ് വർക്കൗട്ട് ചെയ്തതിന് ശേഷം പിന്നീട് കാലിന് നല്ല വേദന എടുക്കുന്നത് ഈ സ്ട്രെച്ചസ് ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ്. സോ
മേക്ക് ഷുവർ ദാറ്റ് യുവർ ലെഗ് ഈസ് റെഡി ഫോർ ദി ഹെവി വെയ്റ്റ്സ്. സോ അതിന് മുമ്പ് എന്തായാലും സ്ട്രെച്ചസ് ചെയ്യാതെ നേരെ പോയി ഹെവി വെയ്റ്റ്സ് ചെയ്യരുത്. സോ ആദ്യത്തെ സ്ട്രെച്ചസ് എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് സിറ്റ് ഡൗൺ ആൻഡ് ഹോൾഡ്. ഓക്കെ, ഹോൾഡ് ചെയ്യുക. മാക്സിമം നമ്മുടെ ഇന്നർ തൈസ് രണ്ടും നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്യുക. കുറച്ച് നേരം ആ ഒരു പൊസിഷനിൽ ഹോൾഡ് ചെയ്യുക. കുറച്ച് ടൈറ്റാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ പൊസിഷൻ ഹോൾഡ് ചെയ്തിട്ട് വീണ്ടും എണീക്കുക, വീണ്ടും അതേ പൊസിഷനിലോട്ട് പോവുക. ഓക്കെ, ഇപ്പം എൻ്റെ രണ്ട് ഇന്നർ തൈസ് രണ്ടും ടൈറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇതെനിക്ക് കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് വെക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ലൂസൻ അപ്പ് ആവത്തുള്ളൂ. അടുത്ത് ചെയ്യുന്ന സ്ട്രെച്ചാണ്. കാലിങ്ങനെ വെക്കുക. ഓക്കെ, എന്നിട്ട് ഈ കൈ എടുത്തിട്ട് സെയിം ലെവൽ വെച്ചിട്ട് അപ്പ്. ഇത് നമ്മുടെ ലോവർ ബാക്ക് ആൻഡ് ഗ്ലൂട്ട്സ്. ഓക്കെ, അതേപോലെ തന്നെ മുന്നോട്ടാവുക. ഇപ്പം എൻ്റെ ഗ്ലൂട്ട്സും അതേപോലെ തന്നെ തൈസും സെഷൻ നല്ല രീതിയിൽ ലൂസായി കിട്ടും. ടൈറ്റാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്തി ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ വീഡിയോ ഫുൾ കംപ്ലീറ്റ് ചെയ്ത് കാണുക. ഓക്കെ, അപ്പം അതും കുറച്ച് ടൈറ്റാണ്. ഓക്കെ, ഇത് നമ്മുടെ റൊട്ടേറ്റർ കഫ് നല്ല രീതിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പം ഓക്കെ, അത് വീണ്ടും നമുക്കൊന്നുകൂടി ചെയ്ത് നോക്കാം. ഓക്കെ, ഈ സമയത്ത് കുറച്ചും കൂടി ലൂസായിട്ടുണ്ട്. യാ, ഐ ക്യാൻ ഫീൽ ദാറ്റ്. അപ്പം ഈ സമയത്ത് കുറച്ചും കൂടി ലൂസായിട്ടുണ്ട്. വീഡിയോ കാണുമെന്ന് നിങ്ങൾ ഇപ്പോഴേ പറഞ്ഞേക്കുക. ഞാൻ ഒരു കാലിൽ മാത്രമേ ഈ ഒരു നീ ബ്രേസ് ഇട്ടിട്ടുള്ളൂ. അതെന്ന് പറഞ്ഞാൽ എൻ്റെ ആ നീയാണ്. ഇപ്പുറത്തെ തൈസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സൈസ് കാണാൻ പറ്റും. ഇപ്പുറത്തില്ല, കാരണം എനിക്ക് അവിടെ സർജറി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റൈറ്റ് സൈഡിലെ ലെഗിന് ഒരു സൈസ് കുറവാണ്. ഓക്കെ, യെസ്, ഓക്കെ. 3, 4, 5, 6, 7, 8, 9, 10. അപ്പം ഇത്രയാണ് വാം സെറ്റ്സ്. അപ്പം ഇനി ബാക്കി അവ വന്നിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പം ഞാൻ കോൾ ചെയ്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഹാഫ് ആൻ അവർ ആയിട്ടുണ്ട്. ഇതുവരെ വന്നിട്ടില്ല. നിങ്ങൾ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബി ഓൺ ടൈം. അപ്പം ഇന്നിപ്പം ലെഗ് ഡേ ആയതുകൊണ്ടാണ് അവൻ ഇത്രയും താമസിച്ച് വരുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഇത് ലെഗ് ഡേ കഴിയുമ്പോഴത്തേക്ക് അവൻ പരുവാവും. എന്നാലും നമുക്ക് ഇന്നത്തെ ലെഗ് ഡേ അവനെ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ എന്തായാലും ഫ്രീ സ്ക്വാട്ട്സ് ആണ് ചെയ്യുന്നത്. കാരണം എനിക്ക് കുറച്ചും കൂടി റേഞ്ച് ഓഫ് മോഷൻ ഫ്രീ ഫ്ലോയിലാണ് കിട്ടുന്നത്. ഇനി സ്മിത്ത് മെഷീൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ കാലിന് കറക്റ്റായിട്ട് കിട്ടത്തില്ല. സോ അതുകൊണ്ട് ഞാൻ ഫ്രീ സ്ക്വാട്ട്സ് ആണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ അത് ചെയ്യുക. ബട്ട് ലെഗ് ഡേക്ക് സ്ക്വാട്ട്സ് ആണ് വൺ ഓഫ് ദി ബെസ്റ്റ് എക്സസൈസ്. അതെന്തായാലും സ്കിപ്പ് ചെയ്യരുത്. ബാ ഞാൻ എത്ര മണിക്കാണ് വിളിച്ചത് നിന്നെ? ഇപ്പം എത്രയായി? ഇന്ന് നിന്നെ കൊല്ലുന്നതാണ് ഷൂട്ട്. ഞാൻ നിന്നെ ട്രെയിൻ ചെയ്യുന്ന ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചത്, പക്ഷെ ഇന്ന് നിന്നെ കൊല്ലുന്നതാണ് ഷൂട്ട് ചെയ്യാൻ. ക്ഷീണം. അപ്പൊ എന്തായാലും ഗൈസ്, നമ്മൾ ഇവനെ വെച്ച് നമുക്ക് ഇന്നത്തെ ലെഗ് ട്രേ ചേഞ്ച് ചെയ്യിപ്പിക്കാം. സ്ക്വാട്സ് അടിക്കൂല്ലോ, ഇതൊക്കെ അടിക്കൂല്ലോ, സിമ്പിളായിട്ട് അടിക്കൂല്ലോ. അപ്പൊ എന്തായാലും പോയി വാമപ്പ് ചെയ്തിട്ട് സ്ട്രെച്ചിങ് ചെയ്തിട്ട് ലെഗിന്റെ സ്ട്രെച്ചിങ് അറിയാല്ലേ, അന്ന് പഠിപ്പിച്ചു ലെഗിന്റെ. അത് ചെയ്തോ. സ്ക്വാട്സ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ഡീപ്പ് പോകുന്നുള്ളത് നിങ്ങളുടെ റേഞ്ച് ഓഫ് മോഷൻ അനുസരിച്ചിരിക്കും. പലർക്കും പല രീതിയിലാണ്, ആൾക്കാരുടെ കാലിൻ്റെ നീളം അനുസരിച്ചിരിക്കുകയുള്ളൂ. സോ അതുകൊണ്ട് നിങ്ങളുടെ റേഞ്ച് ഓഫ് മോഷൻ എത്രയാണോ അത് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. Three, 4,
ഇപ്പോൾ ഞാൻ ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞു. ഞാൻ എന്തായാലും 15 പ്ലേറ്റ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതെന്തായാലും വാമപ്പ് സെറ്റാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വർക്കിംഗ് സെറ്റ് അടിക്കാൻ. സോ നിങ്ങൾക്ക് എന്തായാലും വീഡിയോയ്ക്കകത്ത് ഞാൻ ഒരുപാട് വെയിറ്റ് അടിക്കുന്നത് കാണിക്കത്തില്ല. ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു ഡു ദാറ്റ്. നിങ്ങൾ ബിഗിനേഴ്സ് ആയിരിക്കും, നിങ്ങൾ അത്രയും വെയിറ്റ് ട്രൈ ചെയ്യും. സോ അതുകൊണ്ട് വെയിറ്റ് കുറഞ്ഞിട്ട് അതിന് ട്രൈ ചെയ്യുക. സ്ക്വാട്സിൻ്റെ ഫോമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ അതുകൊണ്ട് മാക്സിമം വെയിറ്റ് കുറച്ചുകൊണ്ട് കറക്റ്റ് ഫോമിൽ കറക്റ്റ് സ്ക്വാട്സ് ഒരു 10-12 എടുക്കാൻ ശ്രമിക്കുക. അതൊരു 3 സെറ്റ്സ്. ഫെയിലിയർ എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ എന്തായാലും നമുക്ക് അവനൊന്ന് സെറ്റാക്കി എടുക്കാം. എവിടെ പോയി? അപ്പോൾ എന്തായാലും അവൻ സ്ക്വാട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് സേഫ്റ്റി ഫസ്റ്റ്. ബെൽറ്റ് ഇടിപ്പിച്ചിട്ടുണ്ട്, നല്ല ടൈറ്റുമാണ്. സോ നോർമൽ സ്ക്വാട്ട് സിസ്റ്റം ചെയ്യിപ്പിച്ച് വാമപ്പ് ചെയ്തിട്ട് വീട്ടിലേക്ക് ഏൽപ്പിക്കാം. ഓക്കെ, ഫ്രീ അല്ലേ? ഇനി എടുത്തോ. എടുക്കുമ്പോൾ അറിയാമല്ല, കറക്റ്റ് ഷോൾഡർ ലെവലിൽ കൈ വെക്കുക. ഒരുപാട് ദൂരം വരരുത്. ഇങ്ങോട്ട് നടുക്ക് ഇങ്ങോട്ടാടാ. ഓക്കെ. നെക്കിൻ്റെ ഈ ലെവലിൽ ഇവിടെ വെക്കണം. ഓക്കെ. കൈ കുറച്ചും കൂടി അടുപ്പിച്ച് വെച്ചോ. ഇത് ടൈറ്റ് ചെയ്യും. ഓക്കെ. ബാക്കിലോട്ട് ഇട്ടെ. ഓക്കെ. മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം കാലിൻ്റെ ഇത് ശ്രദ്ധിക്കുക. കാല് വൈഡായിട്ട് പോയി. ഓക്കെ, അത്ര മതി. കംഫർട്ടബിൾ അല്ലേ? സ്റ്റേൺ സ്ട്രേറ്റ്. ഇനി ബെൻഡ് ചെയ്തോ. എയർ അകത്തോട്ട് വലിച്ചിട്ട് ഇനി എയർ അകത്തോട്ട് വലിച്ചിട്ട് പുറത്തോട്ട് വിട്. ഇനി അത് ടൈറ്റ് ചെയ്തിടി. വയറ് പുറത്തോട്ട് തള്ളിപ്പിടി. ഇനി ഇറങ്ങി. സ്റ്റാർട്ട്. 1, കുറച്ചും കൂടി പയ്യനെ. 2, 3, യെസ്. 4, യെസ്. 5, 6, 7, 8, 9, 10. റെസ്റ്റ്. ഇപ്പോൾ മനസ്സിലായി ശ്വാസം പുറത്തോട്ട് പിടിക്കാൻ പറഞ്ഞത് എന്താണ്? ശ്വാസം പുറത്തോട്ട് വിടുന്ന സമയത്ത് വയറ് നല്ലോണം ടൈറ്റ് ചെയ്യുക. ആ ബെൽറ്റ് മാക്സിമം ടൈറ്റ് ചെയ്ത് പിടിക്കുക. വർക്കൗട്ട് കഴിഞ്ഞിട്ട് ഊരണം. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് സ്ക്വാട്ട്സ് ചെയ്യുന്നത്. പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ താഴുമ്പം ഫ്രണ്ടിലോട്ട് പോകരുത്. കറക്റ്റ് ഒരു ലെവലിൽ തന്നെ പോവുക. എന്നിട്ട് പൊങ്ങുക. ഒരുപാട് ബെൻഡ് വേണ്ട, കുറച്ചൊന്ന് ബെൻഡ് ആയത്. അത് നിൻ്റെ നീളം അനുസരിച്ചിരിക്കും. ഇപ്പം എൻ്റെ കാലിൻ്റെ നീളമായിരിക്കത്തില്ല നിൻ്റെ കാലിൻ്റെ നീളം. പലർക്കും പല രീതിയിലായിരിക്കും. അതുകൊണ്ട് ചിലർക്ക് ഫ്രണ്ടിലോട്ട് പോകും, ചിലർക്ക് ഫ്രണ്ടിലോട്ട് പോകത്തില്ല. അപ്പം ആംഗിൾ അനുസരിച്ച് മാറും. എൻ്റെ കാലിന് കുറച്ച് പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞാൻ അധികം റേഞ്ച് ഓഫ് മോഷൻ ചെയ്യാറില്ല. ബട്ട് സ്റ്റിൽ ഐ ലൈക്ക് ടു ചലഞ്ച് മൈസെൽഫ്. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ. 3, another perfect. 4, 2 കൂടി. കമോൺ, 2 കൂടി. 12, കമോൺ. കാലിൻ്റെ ഉപ്പൂറ്റി കൊണ്ട് ഈ ഭാഗം കൊണ്ട് വേണം പുഷ് ചെയ്യാൻ. അത് പൊങ്ങരുത്. ഓക്കെ. കമോൺ. മാക്സിമം റേഞ്ച് ഓഫ് മോഷനിൽ 10 അടിക്കാതെ നീ എണീക്കത്തില്ല. താത്തുവേ. നീ താഴിട്ട്, നല്ലോണം താഴിട്ട്. ഞാൻ പൊക്കിക്കോളാം. കമോൺ. നല്ലോണം താഴിട്ട്, ഞാൻ പൊക്കിക്കോളാം. കമോൺ. നല്ലോണം താഴിട്ട്. മുട്ട് മടങ്ങണം. യെസ്. 1, അത് 1, 2, ഗുഡ്. കമോൺ. 3, ഗുഡ്. 10, യെസ്. സെക്കൻഡ് സെറ്റ് ഗൈസ്, സെക്കൻഡ് സെറ്റ്. ഓക്കെ. അത്രയും മടങ്ങണം. യെസ്. 8, 2 more. 9, last one. Come on, last one. 2 more. Come on. Last one. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയുകയാണ്. ലെഗ് പ്രസ്സിന് നമുക്ക് ഒരുപാട് വെയിറ്റ് അടിക്കണം നിർബന്ധമൊന്നുമില്ല. ഒരുപാട് വെയിറ്റ് കൂട്ടിയിട്ട് അടിച്ച് ഫുൾ അടിച്ചിട്ട് വലിയ നിർബന്ധമൊന്നുമില്ല. ഇതിനകത്ത് അടിക്കുന്നതിനേക്കാളും നിങ്ങൾ കൂടുതൽ വെയിറ്റ് സ്ക്വാട്സിനകത്ത് ക്വാളിഫൈ ചെയ്യാൻ നോക്കുക. കാരണം സ്ക്വാട്സ് ഫ്രീ വെയിറ്റിനകത്ത് നിങ്ങൾ മാക്സിമം എത്ര വെയിറ്റ് അടിക്കുന്നു അത്രത്തോളം എഫക്റ്റീവായിരിക്കും നിങ്ങളുടെ ലെഗിൻ്റെ
മസിൽസിനകത്ത്. സോ ഇതിനകത്ത് അധികം വെയിറ്റ് എടുക്കാതെ ഫുൾ റേഞ്ച് ഓഫ് മോഷനിൽ എത്ര വെയിറ്റ് ആണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ അതെടുക്കാൻ ശ്രമിക്കുക. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ എത്ര വെയിറ്റ് കുറച്ചിട്ടേക്കുന്നത്, എൻ്റെ ലെവൽ ഒരു 2-3 പ്ലേറ്റും കൂടി പോകും. സോ ഫുൾ റേഞ്ച് ഓഫ് മോഷനിൽ ചെയ്യുക. ഓക്കെ, സാധാരണ എല്ലാവരും ചെയ്യുന്നത് പറഞ്ഞാൽ ഫുൾ വെയിറ്റ് അങ്ങോട്ട് ഇട്ടിട്ട് ഇത്ര മാത്രം ചെയ്യും. സോ അതിനേക്കാളും ബെറ്ററാണ് കുറച്ചും കൂടി കാലൊന്ന് വൈഡാക്കി വെച്ചിട്ട് ഫുൾ റേഞ്ച് ഓഫ് മോഷൻ. നമ്മുടെ കാല് എത്രത്തോളം ബെൻഡ് ആവുമോ അത്രത്തോളം. പിന്നെ എൻ്റെ ഈ കാലിനൊരു പ്രശ്നമുള്ളതുകൊണ്ടാണ് ഞാൻ അവിടെ നിർത്തുന്നത്. ഓക്കെ ഓക്കെ, പയ്യനെ 1. ഓക്കെ, അതേ കണക്ക് പോട്ടെ, അതേ മൊമെൻറ്റത്തിൽ പോട്ടെ, സ്പീഡ് കൂട്ടണ്ട. 2. ഓക്കെ, ഗുഡ്. 3. യെസ്, നിങ്ങൾ സ്പീഡ് എത്രത്തോളം കുറച്ച് ചെയ്യുന്നോ അത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും നമ്മുടെ മസിൽസ്. കാരണം അത്രത്തോളം സ്ട്രെയിൻ എടുക്കണം നിങ്ങളുടെ മസിൽസ്. 5. എത്രത്തോളം സ്ലോ ആയിട്ട് ചെയ്യുന്നു അത്രത്തോളം ടൈം എടുക്കും നിങ്ങളുടെ സെറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. സോ അത്രത്തോളം എഫക്റ്റീവ് ആവും. ട്രൈ. ലാസ്റ്റ് 1. ഒരെണ്ണം ഓടി പോ. പോട്ടെ. പുഷ്. യെസ്. ഇപ്പോൾ മനസ്സിലായ പയ്യനെ ചെയ്യുമ്പോഴുള്ള എഫക്റ്റ് എന്തുവാന്ന്? 10 സ്പീഡ് അടിക്കുന്നതിനേക്കാളും ഇരട്ടി എഫക്റ്റാണ് 10 സ്ലോ ആയിട്ട് അടിക്കുന്നത്. ഇത് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് 2-3 വേരിയേഷൻ ചെയ്യാം. ഇതിനകത്ത് തന്നെ നമുക്ക് ക്വാഡ്സിനും ചെയ്യാം, അതേപോലെ തന്നെ ഹാംസ്ട്രിങ്സിനും ചെയ്യാം. ഇപ്പോൾ ക്ലോസ് റേഞ്ചിൽ ലെഗ്സ് വെച്ചിട്ട് നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ക്വാഡ്സ് നല്ല രീതിയിൽ എൻഗേജ്ഡ് ആവും. അതേപോലെ തന്നെ കുറച്ച് വൈഡായിട്ട് ഒരു വി ഷേപ്പിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്വാഡ്സിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ഇന്നർ തൈസും കുറച്ചും കൂടി എൻഗേജ്ഡ് ആവും. ഓക്കെ, അങ്ങനെ. പിന്നെ പറഞ്ഞുള്ളത് കുറച്ച് മേളിൽ പൊസിഷനിൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഹാംസ്ട്രിങ്സും എൻഗേജ്ഡ് ആവും. സോ ഈ 3 വേരിയേഷനും ഒരേ കണക്ക് ഇതിനകത്ത് ചെയ്യണം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഈ 3 സെറ്റ് ഒരേ കണക്ക് സൂപ്പർ സെറ്റായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാനിപ്പം ഫാസ്റ്റായിട്ട് അടിച്ചത്. ഓക്കെ, ഇനി വൈഡ് റേഞ്ചിൽ വെച്ചിട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ മേളിൽ ഇപ്പോൾ കുറച്ച് നേരം ഇറങ്ങിക്കിടക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇത് 3 കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ലെഗ് ഒരു പരുവായി കിട്ടും. ഓക്കെ ഗൈസ്, നമ്മുടെ ലാസ്റ്റ് ആൻഡ് 4th വേരിയൻറ്റ്. അപ്പം ഇന്ന് കാഫ് റേസും കൂടി ചെയ്തിട്ട് നിർത്തുവാണ്. ഓൾറെഡി നല്ല ടയേർഡാണ്. സോ ഒരുപാട് ചെയ്യാൻ പറ്റുന്നില്ല. ഓൾറെഡി ഞങ്ങൾ ബാക്കിയെല്ലാം ഫെയിലിയർ വരെ ചെയ്ത്. സോ ഇതാണ് ലാസ്റ്റത്തെ കാഫ് റേസ് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം ഞാൻ ഡൗൺ ഒന്നും എടുക്കുന്നില്ല. ഹാഫ് റെപ്സ് ഈ സ്ട്രെച്ച്ഡ് പൊസിഷനിൽ നിന്ന് ഇത്രയും പൊക്കുന്നുള്ളൂ. ഏറ്റവും താഴെ നിന്ന് നോളാണോ മാക്സിമം സ്ട്രെച്ച് വരുന്നത് അവിടെ ഞാൻ പോസ് ചെയ്ത് നിർത്തുക. ഓക്കെ, 1, 2, 5. തമാശ പറയല്ല, ഹാഫ് റെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെച്ച്ഡ് പൊസിഷനിൽ നിൽക്കുന്നതുകൊണ്ട് സെറ്റാണ്. അപ്പം ഇത് ഇനി 3 സെറ്റ്. ലെഗ് വർക്കൗട്ട് കഴിഞ്ഞു. അപ്പോൾ വർക്കൗട്ടിന് ശേഷമുള്ള സ്ട്രെച്ചിങ് ചെയ്യാൻ വന്നിരിക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കൊള്ളാം. മറ്റന്നാൾ അറിയാം എന്താ അവസ്ഥ. മറ്റന്നാൾ അത് കഴിഞ്ഞിട്ട് തേഴ്സ്ഡേ ഒന്നുകൂടി അടിക്കണം. സൂപ്പർ. ഞാൻ ഇങ്ങോട്ടേക്കില്ല. അപ്പോൾ 2 ദിവസമാണ് നമ്മൾ ലെഗ് ചെയ്യാൻ പോകുന്നത്. ഇന്നിപ്പോൾ മൊത്തത്തിൽ നമ്മൾ ക്വാഡ്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് അടിച്ചത്. ഇപ്പോൾ എന്തായാലും ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യും എന്ന് വെച്ചാൽ മാക്സിമം ക്വാഡ്സ് കുലുങ്ങുന്ന രീതിയിൽ. ഓക്കെ, അത് ഇനി ഇവിടെ ഷേക്ക് ചെയ്ത് കൊടുക്കും. മാക്സിമം നമ്മുടെ മസിൽസ് ടൈറ്റായിട്ടിരിക്കുകയായിരിക്കും. ആ ടൈറ്റ്നെസ് മാറാൻ വേണ്ടിയാണ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് കുലുക്കി കൊടുത്താൽ അവിടെ മസാജർ ഉണ്ടല്ലോ, ഇത് കഴിഞ്ഞിട്ട് മസാജ് ചെയ്യാൻ പോകും. എന്നിട്ട് അടുത്ത കാല് ഇവിടെ വെച്ചിട്ട് സ്ട്രെച്ച്. കാഫ് നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്യും. കാല് മുട്ട് നേരെയാക്ക്. അങ്ങനെ തന്നെ. ടച്ച് ചെയ്തോ, മറ്റേ കൈയും കൂടെ ടച്ച് ചെയ്യും. ബട്ടർഫ്ലൈ ബാക്കിലോട്ട് വെക്കുക. സ്ട്രെച്ച്. 1, 2, 3, 4, 5, 6, 7.
ഇത് 90 ഡിഗ്രി വെക്കുക, ഇതിങ്ങനെ 90 ഡിഗ്രി. എന്നിട്ട് മാക്സിമം സ്ട്രെച്ച് ഫ്രണ്ടിലോട്ട്. അപ്പോൾ ഇവിടെ വലിയും, ഇന്നത്തെ വലിയും 1 2 3 4 1 2 3 4 5 6 7 8 9 നിവർത്ത്. 1 2 3 4 5 7 8 9 10. ഓക്കെ, കണ്ട കാല് ഫുൾ ഫ്രീ ആയി. നമ്മുടെ വർക്കൗട്ട് കഴിഞ്ഞു. കാർഡിയോ ഞാൻ കുറച്ച് നാളായിട്ട് സ്കിപ്പ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇന്നിപ്പം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ഹാഫ് ആൻ അവർ ഡെയിലി റൊട്ടീനിൽ കാർഡിയോ കൂടി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഒരു ഹാഫ് ആൻ അവർ ജസ്റ്റ് വാക്കിംഗ്, മോഡറേറ്റ് വാക്കിങ്ങേ ഉള്ളൂ. കാരണം നമുക്ക് ഫാറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത്, കട്ട് ചെയ്യുന്ന സമയത്തും നമ്മൾ ഓടുന്നതിനേക്കാളും നടക്കുന്നതാണ് നല്ലത്. സോ ഒരു 3 സ്പീഡിനകത്ത് മാക്സിമം 20-25 മിനിറ്റ്സ് ഒരു ഇൻക്ലൈൻ 4 to 5 വെച്ചിട്ട് നമുക്ക് നടക്കുക. അപ്പം മെയിനായിട്ട് ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടുന്നതിനേക്കാളും ബെസ്റ്റ് നടക്കുന്നതാണ്. സ്ലോ പേസസിൽ എൻഡ്യൂറൻസ് ട്രെയിനിങ് ചെയ്താൽ മാത്രമേ ഫാറ്റ് കുറയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും ഗൈസ്, ഈ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റ ബൈ ബൈ ഇടാം. അപ്പോൾ നാളെ എന്തായാലും അടുത്ത വീഡിയോയ്ക്ക് എത്തണം. ബൈ.